നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നേടേണ്ടത് എന്നെല്ലാം നമ്മൾ ആത്മാർത്ഥമായിട്ട് അറിഞ്ഞിരിക്കണം. അല്ലാതെ വെറുതെ നമ്മുടെ ജീവിതം ഒരു മറ്റുള്ളവരുടെ കയ്യടികൾ കിട്ടാനോ മറ്റുള്ളവരുടെ പ്രശംസ കിട്ടാനോ വേണ്ടിയിട്ടായിരിക്കല്ലേ. അപ്പോൾ നമ്മളങ്ങനെ ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അവർ മറ്റുള്ളവർ പ്രശംസിച്ചില്ലെങ്കിലോ അവർ നമ്മളെ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിലോ അവർ നമ്മളെ ഹരാസ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഒക്കെ നമ്മൾ വളരെ ജീവിതത്തിൽ നിന്നും നമ്മൾ പോകുമല്ലേ, പിന്നോട്ടടിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കരുത് ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ഉള്ളിലെ സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഉള്ളിലെ സന്തോഷം നേടാൻ വേണ്ടി നമ്മൾ നേടിയെടുക്കുന്നത് മറ്റുള്ളവരുടെ ദുഃഖത്തിലൂടെ ആയിരിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും സന്തോഷിക്കാം. നമ്മൾ ഇവിടെ ജന്മമെടുത്തിരിക്കുന്നത് ആനന്ദിക്കാനും ആനന്ദിപ്പിക്കാനുമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മനുഷ്യ ജന്മം വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ അത് അറിയുന്നില്ല. നമ്മൾ എന്തിനോ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. സമൂഹത്തിൻ്റെ ഈ സമൂഹത്തിൽ എങ്ങനെയാണോ നിലനിൽക്കേണ്ടത് ആ ഒരു നിലനിൽപ്പ് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ നിലനിൽപ്പിലേക്ക് നമ്മൾ എത്താതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നിരാശയിലേക്കും മറ്റ് ദുഃഖങ്ങളിലേക്കൊക്കെ പോകുന്നു. അപ്പോൾ ശരിയായിട്ട് നമ്മുടെ ജീവിതം എന്താണെന്ന് നമ്മുടെ സമൂഹം നമ്മൾക്ക് അടിച്ചേൽപ്പിച്ചതല്ല നമ്മുടെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ മനുഷ്യനും ഇവിടെ വന്നിരിക്കുന്നത് ആനന്ദിക്കാനും ആനന്ദിപ്പിക്കാനുമാണ്. നമ്മളുടെ ആനന്ദം മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നിന്നാവരുതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ആനന്ദിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, താങ്ക് യു.